ഇതേപോലത്തെ കൂന്തൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അത്യാവശ്യം വലിപ്പമുള്ള കൂന്തളാണ് നമുക്ക് കിട്ടിയത്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം പറഞ്ഞു തരുന്നത്. ഇതിന് കണവ എന്ന് പറയുന്നവരുണ്ട്, പിന്നെ കൂന്തൾ എന്ന് പറയുന്നവരുണ്ട്. നമ്മളിവിടെ കൂന്തൾ എന്നാ പറയാ. അപ്പോൾ ഇതില്ലേ, ഇതിൻ്റെ തലഭാഗമില്ലേ, ഇതിങ്ങനെ പിടിച്ച് വലിച്ചാൽ നിങ്ങൾ പോരും കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്തുനിന്ന്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു മഷി ഉണ്ടാവും. ഞാനിപ്പം ക്ലീൻ ആക്കി കാണിക്കുന്നില്ല, കാരണം ഇവിടെ ഒക്കെ തെറിക്കുകയല്ല. അപ്പോൾ നമ്മൾ പുറത്തു നിന്നാണ് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു മഷി ഉണ്ടാവും. അപ്പോൾ ആ മഷി എടുത്ത് കട്ട് ചെയ്ത് കളയണം കേട്ടോ, എന്നിട്ടാണ് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലൊരു പാട പോലത്തെ തൊലിയാണ് കേട്ടോ ഒരു കാണുന്നത് കളറ്. അപ്പോൾ അതും ക്ലീൻ ആക്കിയിട്ട് മാറ്റുക. പെട്ടെന്ന് തന്നെ കൈ വിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു നട്ടൽ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഒരു മുള്ളു പോലത്തെ, അതും ക്ലീൻ ആക്കി എടുക്കണേ. അപ്പോൾ നമ്മളിത് കൂന്തൾ നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക, റൗണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ചട്ടിയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 വലിയുള്ളി. എത്ര വേണോ വലിയുള്ളി നിങ്ങൾക്ക് കൂന്തളിനനുസരിച്ച് അങ്ങനെ എടുക്കട്ടെ. ഇതിപ്പോൾ ഒരു 1/2 കിലോ കൂന്തൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 3 വലിയുള്ളിയാണ് എടുത്തത്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാനൊന്ന് മിക്സിൻ്റെ ജാറിൽ ഇട്ടൊന്ന് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതുക്കിയിട്ടും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇതിപ്പം പെട്ടെന്ന് കഴിയല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾ പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. കല്ലുപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു ഓർത്തിട്ടോ വീഡിയോക്ക്. ഇനി ഇതില്ലേ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കാം, നല്ലോണം തന്നെ ഞെരടുന്ന പോലെ കുഴച്ചെടുക്കാം. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ. നമ്മളിപ്പോൾ ബീഫൊക്കെ വെക്കുന്നില്ലേ, അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതേപോലെ തന്നെ കുഴച്ചെടുക്കുക. ഇത് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു പെരുംജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഞാൻ ചോറ് വെന്ത അടുപ്പിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് തീ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് മേലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കണലുണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കുക. കൂന്തളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത്യാവശ്യം ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മളെ കൂന്തളിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്ന് കണ്ടില്ലേ, ഇതേപോലെ നല്ലോണം തന്നെ വെള്ളം ഇറങ്ങി വരും. കൂന്തളിനും അതുപോലെ തന്നെ ഉള്ളിൻ്റെ അകത്തുള്ളൊക്കെ വെള്ളമാണ് കേട്ടോ അത് ഇറങ്ങി വന്നത്. ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഇതിൻ്റെ അകത്തുള്ള വെള്ളം തന്നെയാണ്. അതിനിപ്പം ചെറുങ്ങനെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഇത് വെന്ത് വരണം കേട്ടോ, നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഒന്നും കൂടി നല്ലോണം തന്നെ വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. അപ്പോൾ ഞാനത് കൊറിയറായിട്ട് അയച്ചും കൊടുക്കുന്നുണ്ട്. ആർക്കും വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അപ്പോൾ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ അടിപൊളി കൂന്ത ഫ്രൈ ആണ്.